കഴിഞ്ഞ വർഷം അവസാനത്തോടുകൂടി സോഷ്യൽ മീഡിയ ഏറെ ആഘോഷമാക്കിയ താരവിവാഹമാണ് ക്രിസ് വേണുഗോപാലിന്റെയും ദിവ്യ ശ്രീധരന്റെയും. മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ താരങ്ങളാണ് സീരിയലുകളിലാണ് സജീവമായി അഭിനയിക്കുന്നത്. പത്തരമാറ്റ് എന്ന സീരിയലിൽ ഒരുമിച്ചതോടെയാണ് താരങ്ങൾ ജീവിതത്തിലും ഒന്നിക്കാൻ കാരണമായത്. വീട്ടുകാരുടെ സമ്മതത്തോടെ നടത്തിയ വിവാഹമാണെങ്കിലും വ്യാപകമായ രീതിയിൽ വിമർശനങ്ങളാണ് ഇരുവർക്കും നേരിടേണ്ടി വന്നത്. താടി നരച്ച ലുക്ക് കൊണ്ടായതുകൊണ്ട് തന്നെ ക്രിസ് വേണുഗോപാലിന് പ്രായമുള്ള ആളായെന്നും ഈ പ്രായത്തിൽ വിവാഹം കഴിക്കണമെന്നുള്ള ചോദ്യങ്ങൾ നിരവധി ഉയർന്നു വന്നു. പിന്നാലെ ഇത് വിമർശകർക്കായി കാരണമായി മാറി. വളരെ മോശമായ രീതിയിലാണ് ചിലർ താരങ്ങളെ പ്രതികരിച്ചത്. പല അഭിമുഖങ്ങളിലൂടെയും വിവാഹ വിശേഷങ്ങളും മുൻകാല ബന്ധങ്ങളെ പറ്റിയും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ ആദ്യ വിവാഹത്തെക്കുറിച്ചും പ്രിയപ്പെട്ടവരുടെ വേർപാടുകളെക്കുറിച്ചും തുറന്നു സംസാരിക്കുകയാണ് ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരും. കല്യാണത്തിൽ അവസാനിച്ച പ്രണയം, ഡൈവേഴ്സിൽ അവസാനിച്ച വിവാഹം, പിന്നെ പ്രിയപ്പെട്ടവരുടെ മരണം, അതെല്ലാം വല്ലാത്തൊരു മരവിപ്പാണ് ആ നാളുകളിൽ ഉടനീളം തനിക്ക് തന്നുകൊണ്ടിരുന്നത് എന്ന് ക്രിസ് പറയുന്നു. മരണം വഴിമാറിപ്പോയ എത്രയോ അവസരങ്ങൾ, ഇത്രയൊക്കെ ആയിട്ടും ജീവിതം എന്നോട് കരുണ കാട്ടിയില്ല. സുഹൃത്തും വഴികാട്ടിയുമായി കൂടെ നിന്നു. ഒരു കൂട്ടുകാരുടെ മരണം വല്ലാതെ വേദനിപ്പിച്ചു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അവളെ കൊണ്ടുപോയത്. പിന്നെ എൻ്റെ അമ്മാവനെ നിങ്ങൾ അറിയും. നടിയും നർത്തകിയുമായ താര കല്യാണിൻ്റെ ഭർത്താവ് രാജ, അദ്ദേഹത്തിൻ്റെ മരണവും വല്ലാതെ തകർത്തു. അതിൻ്റെ കൂടെ ഭക്ഷണം വാങ്ങിത്തന്ന എൻ്റെ ഗുരു ഷാജി ചായൻ്റെ മരണം. വിവാഹമോചനത്തിന് ശേഷം വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ വിധി എന്നോട് പിശുക്ക് കാണിച്ചിട്ടില്ല എന്നാണ് ക്രിസ് പറയുന്നത്. തൻ്റെ ജീവിതത്തിലും ഏതാണ്ട് ഇതുപോലെയാണെന്നാണ് ദിവ്യയും പറഞ്ഞത്. ഫ്ലാഷ് ബാക്ക് കളറില്ല, ഇരുട്ട് മാത്രമേ ഉള്ളൂ. വിവാഹം കഴിച്ച രണ്ടാം വ്യക്തി കെട്ടുകാരനാണെന്ന ചതി വൈകിയാണ് അറിഞ്ഞത്. മദ്യപിച്ച് ആൾക്കാരുടെ മർദ്ദനമേറ്റ് ചോരയിൽ കുളിച്ചു കയറി വന്ന മനുഷ്യൻ. എല്ലാം നേരെയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ എല്ലാം വെറുതെയായി. വീട്ടുകാരുടെ സമ്മതമില്ലാതെ നടന്ന വിവാഹ കല്യാണമായതുകൊണ്ട് തന്നെ തുടർ ജീവിതത്തിലും അനന്തരഫലങ്ങളും എൻ്റെ മാത്രം ഉത്തരവാദിത്തമായി. രാപ്പകൽ വിശ്രമമില്ലാതെ അധ്വാനിച്ചു. ഹിറ്റായി മാറിയ കൽബ ഫാത്തിമ ആൽബത്തിലെ ആശകളില്ലാതെ എൻ ജീവിത യാത്രയിൽ എന്ന പാട്ടിൽ നായികയായതോടെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നാലെ സിനിമയിൽ അഭിനയിക്കാൻ അവസരങ്ങൾ കിട്ടി തുടങ്ങി. പച്ചക്കുതിര, ബസ് കണ്ടക്ടർ തുടങ്ങിയ കുറേ സിനിമകളിൽ താൻ അഭിനയിച്ചു. അഭിനയമില്ലാത്ത സമയത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റായും ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നെ സ്വസ്ഥമാക്കി വീട്ടിലെന്ന് ഉറപ്പിച്ച ആ വ്യക്തി പറ്റാവുന്നിടത്തോളം എന്നെ ദ്രോഹിച്ചു. ജീവിതം വീണ്ടും വീണ്ടും നരകമായി. മോളെ ഗർഭം ധരിച്ച സമയത്ത് കുഞ്ഞിൻ്റെ മുഖം ആരെ പോലെയാണ് നോക്കട്ടെ എന്നിട്ട് ഉറപ്പിക്കാം എന്ന് പറഞ്ഞ ആ മനുഷ്യൻ്റെ അധിക്ഷേപം ഇന്നും ചങ്ക് തുളച്ച് മുറിയുകയാണ്. ശരിക്കും പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള കാലം സന്തോഷം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത്രയുമായിട്ടും മരിക്കാതെ എന്നെ ഈ മണ്ണിൽ വേറെ ഉറപ്പിച്ചു നിർത്തിയത് എൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് ദിവ്യയും പറയുന്നു. വളരെയധികം സങ്കടകരമായ കാര്യങ്ങളാണ് ദിവ്യ ശ്രീധരും ക്രിസ് വേണുഗോപാലും തുറന്നു പറഞ്ഞത്. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.